ഹായ്, എല്ലാവർക്കും മേസാസ് ക്രിയേറ്റീവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മീൻ സദ്യയാണ്. അതായത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മീൻ സദ്യ എങ്ങനെ ഉണ്ടാക്കാം. അതിനുള്ളിൽ മീൻ കറി ഉണ്ടാവും, മീൻ അച്ചാറുണ്ടാവും, മീൻ തോരനുണ്ടാവും, മീൻ ഫ്രൈ ഉണ്ടാവും. ഇത് നാലും ഒരേ സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയി നേരിട്ട് വാങ്ങിയതാണ്. ഒരു ബോക്സ് മത്തി 3 കിലോയാണ് ഈ ഒരു ബോക്സിനുള്ളിൽ. നല്ല ഐസ് ഇട്ട് നല്ല ഫ്രഷായിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. കണ്ടോ, ഇതാ 3 കിലോ മത്തിയുണ്ട് ഇത്. പക്ഷെ ഞാൻ ഈ 3 കിലോ വെച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ കൂടിപ്പോയാൽ 1 കിലോ അത്രേ എടുക്കുന്നുള്ളൂ. അത്രയും തന്നെ ആവശ്യമില്ല, എന്നാലും അത്രയും മതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നല്ല ഫ്രഷ് മത്തിയാണ്. ഇതാ, അപ്പോൾ നമുക്ക് ഈ മത്തിയെല്ലാം ഒന്ന് ഫ്രഷാക്കി എടുത്തിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് കണ്ട മത്തി ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. ഇത് കണ്ട നല്ല പിടയ്ക്കുന്ന മത്തി, നല്ല ഫ്രഷായിട്ടുള്ള മത്തിയാണ്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ 2 പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ടും കറി വെക്കാനായിട്ടും 2 പാൻ വെച്ചിട്ടുണ്ട്. 2ലേക്ക് നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വറക്കാൻ വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം, കാരണം അതിൽ നിന്നാണ് നമ്മൾ ബാക്കി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2-നകത്തേക്കും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് 2-നുള്ളിലേക്കും. പെരിഞ്ചീരകം പൊട്ടുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 3 സ്പൂൺ എണ്ണ കോരി നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ചതായിരിക്കണം, എന്നാൽ മാത്രമേ ഒഴിക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. അത് ഞാൻ നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. മീൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ള ആ മീനിനുള്ളിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ചേർത്തൊന്ന് തിരുമിയെടുക്കാം. വറക്കാനുള്ള മീൻ മാത്രം ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പ് മാത്രമേ തിരുമിയിട്ടുള്ളൂ. അത് മാത്രം തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിനുള്ളിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറി വെക്കാനുള്ള മീനിനകത്തേക്കും 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 വെളുത്തുള്ളി ഞാൻ വറക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ. അതോടൊപ്പം തന്നെ കറി വെക്കുന്നതിനുള്ളിലേക്ക് ഞാനൊരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഞാനിവിടെ എടുത്തിരിക്കുന്ന മത്തിയാണ്, കാരണം ഫ്രഷ് മത്തി കിട്ടിയോണ്ടാണ് ഞാനതെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കൂടെ ദശക്കട്ടിയുള്ള മീൻ ഇങ്ങനെ ചെയ്യുവാണ് നല്ലത്. അതായത് ചൂര പോലത്തെ മീനുകൾ ചെയ്യുവാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി കുറച്ച് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞത് വറക്കുന്നതിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കറിക്കുള്ളിലേക്കും
ഇട്ട് കൊടുക്കുക. ഇനി രണ്ടിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവോള അരിഞ്ഞത് ഈ കറി വെക്കുന്ന ചട്ടിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. സവോള അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. സവോള നന്നായി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വറക്കാൻ വെച്ചിരിക്കുന്നതിന് മുകളിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മീൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം മുളക് പൊടി ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരളവ് പറയുന്നില്ല. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. മുളക് പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ചൊഴിച്ചാൽ മതി, കാരണം നമ്മൾ ഇത്തിരി തിക്കായിട്ടുള്ളൊരു കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 1/2 കപ്പ് വെള്ളം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം മീൻകറി അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്തിന് നമുക്ക് ഈ വറക്കാൻ വെച്ചിരിക്കുന്ന മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ മീൻ വറക്കാൻ വെച്ചതിനകത്ത് അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ കൂടെ കിടക്കുന്ന ഈ ഇത് കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ കറിവേപ്പിലയും അതെല്ലാം അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം നമ്മുടെ ഈ വറക്കുന്ന മീനിനുള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. പിന്നെ ഒത്തിരി മസാലകൾ അങ്ങനെ ചേർത്ത് വറക്കാതിരിക്കുക നല്ലത്, കാരണം ആ മീനിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത് നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ അവിടെ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ സമയത്തിന് ഞാൻ ഒരു 2 പിടി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഈ വറക്കുന്ന പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു സൈഡിലേക്കൊന്ന് മാറിയിരിക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ തേങ്ങ അവിടെ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പുണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ബാക്കി നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കൂടി, ഈ ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി നമുക്ക് ഇതിനുള്ളിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് കണ്ടിച്ച് കൊടുക്കാം. കാരണം അത് ചൂടാണ്, അതുകൊണ്ടാണ് ഞാനത് തൊടാത്തത്. നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വെറുതെ ഇങ്ങനെ അറഞ്ചം പുറഞ്ചം ഒന്ന് കണ്ടിച്ചിട്ട് കൊടുക്കുക. മതി, അത്രയും മതി. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ തേങ്ങാപ്പീര നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ വറുത്ത മീൻ ഈ പാനിൻ്റെ ഈ സൈഡിലേക്ക് ഒരു കുറച്ച് മുളക് പൊടി ഒന്നിട്ട് കൊടുക്കുക. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഈ മീനൊന്ന് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ആക്കും. കാരണം നമ്മൾ ആദ്യമേ കുറച്ച് ഏറെ മുളക് പൊടി ഇട്ട് കൊടുത്ത് അത് മീൻ കരിച്ച് കളയുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. കാരണം ഇതാകുമ്പോൾ ആ എണ്ണയിൽ കിടന്ന മുളക് പൊടി ജസ്റ്റ് ഒന്ന് മുരിയുകയും ചെയ്യും, അത് മീനിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത്
കരിയാണ്ടിരിക്കും, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് മുളക് പൊടിയുടെ ആ മണമൊക്കെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് ഓഫ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മീൻ കറി ഇത് റെഡിയായി കഴിഞ്ഞു. നന്നായി തിളച്ച് കുറുകി വറ്റിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തിരി കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് മീൻ കറി ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പീര ഉണ്ടല്ലോ, ഈ തേങ്ങാപ്പീരയിലേക്ക് നമ്മളുടെ ഈ കറിയിൽ നിന്ന് ഒരു 3-4 കഷ്ണം എടുത്തിട്ട് കൊടുക്കുക. 3-4 കഷ്ണം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര കഷ്ണം വേണേലും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ വേറെ മസാലകളൊന്നും ഇനി ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഉപ്പ് നോക്കണം. ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ മീൻ കറിയിൽ തന്നെ ആയിരുന്നുകൊണ്ട്, ഈ കഷ്ണങ്ങളെല്ലാം മീൻ കറിയിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ആ മീൻ കറിയുടെ ആ ടേസ്റ്റ് ഇതിനുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കണ്ടോ? ഇപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പീര റെഡി. നല്ല ടേസ്റ്റാണ്. കാരണം മീനിൻ്റെ ആ ഗ്രേവിക്കുള്ളിൽ കിടന്ന മീനായതുകൊണ്ട് ആ പുളി ഉപ്പും ഒക്കെ നന്നായി പിടിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ ആ വറുത്ത തേങ്ങയ്ക്കകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ശരിക്കും ആ മീൻ പീരയുടെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് റെഡിയായി. ഇനി നമുക്ക് അടുത്തത് മീൻ അച്ചാറാണ്. ഇനി മീൻ അച്ചാറിന് നമ്മൾ എടുത്ത് വെച്ച ഈ അരപ്പുണ്ടല്ലോ, ഇതിനുള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ച മീനാണ്. ഇത് മത്തി ആയതുകൊണ്ട് ഞാനിതിൻ്റെ മുള്ള് കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വറുത്ത മീനെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഉണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ പറഞ്ഞല്ലോ, പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതനുസരിച്ച് വിനാഗിരി ചേർക്കാവുള്ളൂ. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കായവും അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് അതനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ അച്ചാറും റെഡിയായി കഴിഞ്ഞു. വിനാഗിരി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഉപ്പും പുളിയൊക്കെ നോക്കി. ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കൊണ്ടുള്ള 4 വിഭവങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ എല്ലാം കൂടെ പ്ലേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ സദ്യ റെഡിയായി കഴിഞ്ഞു. ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മീൻ കറി വെക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ ഈ 4 വിഭവങ്ങളും നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം. മീൻ കറിയ്, മീൻ പീര, മീൻ അച്ചാറ്, മീൻ വറുത്തത്, ഇത് 4 ഞാൻ ഒരേ സമയം ഒരുമിച്ചാണ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ എളുപ്പമാണ്. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും.